എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസ് എൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ. ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഞാനൊന്ന് പറയട്ടെ, ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തത്? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നൊരു ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല.